വരുന്ന അവസ്ഥ കണ്ടപ്പോ അയാളുടെ മുഖഭാവം എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. സാരമില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കണമെന്ന് ചിന്തിക്കുന്നത് അത്യാഗ്രഹമായിപ്പോവും. എടോ, ഈ വിഷയത്തിന് ശേഷം മഞ്ജുവായിട്ടുള്ള തന്റെ ബന്ധം കൂടുതൽ വഷളാവാൻ സാധ്യതയുണ്ട്. അറിയാം, പക്ഷേ ചേച്ചി പോലെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എടോ, മഞ്ജു ഒന്നും ചെയ്യാതിരിക്കല്ല. അവൾക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടാനാ മഞ്ജു ശ്രമിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു പരിധിയില്ല വക്കീലെ. അതുകൊണ്ട് ഇനി നീക്കങ്ങളെല്ലാം ഞാൻ നടത്തിക്കോളാം. ചേച്ചി വെറുതെ നോക്കി നിന്നാ മതി. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവുമല്ലോ. ഞാൻ പോയി ചായ എടുത്തിട്ട് വരേ. എന്താ നീ തെളിയിക്കാൻ ശ്രമിക്കുന്നത്? പോലീസിന്റെ സഹായമില്ലാതെ ഗോപാലിനെ നിനക്ക് തറ പറ്റിക്കാവുന്നോ? അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? എനിക്ക് എന്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യണം. ചേച്ചിയുടെ വഴിക്കൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാ ഞാൻ എന്റേതായ വഴി തിരഞ്ഞെടുത്തേ. നിന്റെ വഴി ഇന്ന് നിന്നെ ജയിലിൽ എത്തിക്കേണ്ടത്. ഇന്ന് നീ പിടിക്കപ്പെടാതെ പോയത് നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അച്ഛന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ കരുതിക്കോളാം. നീ നടത്തുന്ന മോഷണത്തിന് അച്ഛൻ അനുഗ്രഹം തരുമെന്നാണോ നീ കരുതുന്നത്? ഞാൻ ഒരു രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല. ന്യായമല്ലാത്ത വഴികളിലൂടെ ഗോപാലൻ ഉണ്ടാക്കിയ കാശ് നശിപ്പിക്കുക ചെയ്ത്. നീ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? ഡിപ്പാർട്ട്മെന്റിലുള്ളവരെല്ലാം ഞാനും കൂടി അറിഞ്ഞുകൊണ്ട് നീ കാശ് കത്തിച്ചെന്ന് വിശ്വസിക്കുന്നത്. അവരെല്ലാവരും എന്നെ ഒരു കുറ്റക്കാരിയായിട്ടാ കാണുന്നത്. എന്തായാലും അവരങ്ങനെയല്ലേ കരുതുന്നേ. എന്നാ പിന്നെ ചേച്ചിക്ക് ശരിക്കും എന്നോട് നിന്നൂടെ? അങ്ങനെ സംഭവിക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട. ദേ, ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. ഇത്തവണ ചേച്ചി വെറുതെ ഇരുന്നതല്ലോ. എന്നെ പിടിക്കാനാവുന്നത് ശ്രമിച്ചതല്ലേ. എന്നിട്ടത് സാധിച്ചോ? അതാ ഞാൻ പറഞ്ഞത്, അച്ഛന്റെ അനുഗ്രഹം എന്റെ കൂടെ ഉണ്ടെന്ന്. മഹിമേ, നീ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു തരാൻ പറ്റുന്നില്ല. ചേച്ചി ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കാതെ സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്ക്. ചേച്ചി ഇപ്പോഴും ഗിരിയേട്ടന്റെ കൂടെ കുടുംബം നടത്തുന്നത് അച്ഛന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും തോന്നുന്നുണ്ടോ? ഇപ്പോഴും ഗിരിയേട്ടനെയോ ഗോപാലനെയോ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും ചേച്ചി നടത്തുന്നില്ല. അതിന് തെളിവുകളോ സാക്ഷികളോ ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ കുറെയായി കേൾക്കാൻ തുടങ്ങിയിട്ട്. അച്ഛനെ കൊന്നവര് സന്തോഷമായിട്ട് കൺമുന്നിൽ ജീവിക്കുന്ന കണ്ട് സഹിക്കാൻ പറ്റാതെയാ ഞാൻ ഈ പാത തിരഞ്ഞെടുത്തേ. ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എന്നെ ഈ വഴിയിലേക്ക് തള്ളിവിട്ട ചേച്ചിയും തെറ്റുകാരിയാ. ഇനി എന്നെ ഈ വിഷയത്തെ ചേച്ചിക്ക് ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഗിരിയേട്ടനെ ഡിവോഴ്സ് ചെയ്യണം. അത് ചെയ്യാതെ എന്റെ അടുത്ത് സംസാരിക്കാൻ വരരുത്. എന്നാലും മഹിമയെ സമ്മതിക്കണം. പോലീസുകാരുടെയും ഗോപാൽജിയുടെയും ഗുണ്ടകളുടെയൊക്കെ കണ്ണു വെട്ടിച്ച് അവൾക്ക് ഗോപാൽജിയുടെ കാശിന്റെ അടുത്ത് വരെ എത്താൻ പറ്റിയില്ലേ? അപ്പൊ അവള് ചില്ലറക്കാരിയല്ല.
നീ പറയുന്നത് കേട്ടാ തോന്നും അവൾക്കെന്തോ അവാർഡ് കൊടുക്കണമെന്ന്. ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. മോഷണം നടത്തിയേക്കുന്നത്. മോഷണം നടത്തിയില്ലല്ലോ. അവൾ ആ കാശുമായിട്ട് കടന്നു കളഞ്ഞെങ്കിൽ മോഷണമാണെന്ന് പറയായിരുന്നു. എനിക്കും അവളോടൊരു ബഹുമാനം തോന്നിയേനെ. പക്ഷെ അവൾ ആ കാശെല്ലാം കത്തിച്ചു കളഞ്ഞില്ലേ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം ആ കാശ് ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ നശിപ്പിക്കാൻ അവൾക്ക് എങ്ങനെ തോന്നിയാവും? ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അവളെ തടഞ്ഞേനെ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അവള് ഗിരിയേട്ടനെ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ച് മണ്ടനാക്കിയത്. എന്താ, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞ? അവള് ഗിരിയേട്ടനെ നല്ല അസലായിട്ട് പറ്റിച്ചു. പക്ഷെ അത് കാര്യമാക്കണ്ട. ഏട്ടന് ഇനി അവസരം കിട്ടും. അവൾ ഇതുകൊണ്ടൊന്നും നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോപാൽജിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് വരെ മഹിമ അയാളെ ദ്രോഹിക്കുന്നത് നിർത്തില്ല. ഇനി അവൾ എന്ത് നീക്കം നടത്തിയാലും അത് തടയാൻ ഞാനുണ്ടാവും. വന്നല്ലോ എന്റെ ഏടത്തിയമ്മ. വലിയ സത്യസന്ധയായ ഓഫീസറാണെന്നൊക്കെയാണ് വെയ്പ്പ്. പക്ഷേ സ്വന്തം അനിയത്തിയുടെ കാര്യം വരുമ്പോ എന്ത് തട്ടിപ്പിന് വേണമെങ്കിലും കൂടെ നിൽക്കും. സത്യം പറ, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നല്ലേ ഈ പരിപാടി നടത്തിയത്? എന്റെ സത്യസന്ധത എനിക്ക് നിന്നെ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്വപ്നെ. മഞ്ജു, ഇത്തവണ ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവളെ തടയാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഇനി മേലാൽ അവൾ ഇങ്ങനെ എന്തെങ്കിലും ആവർത്തിച്ചാൽ എന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല. നിങ്ങളൊരു പോലീസുകാരന്റെ കുടുംബത്തിൽ നിന്നല്ലേ വരുന്നത്. ഗോപാൽജിക്കെതിരെ പ്രതികാരം ചെയ്യണമെങ്കിൽ നിങ്ങൾ നിയമപരമായ വല്ല വഴി നോക്ക്. അല്ലാതെ അവളെപ്പോലെ മോഷ്ടിക്കാൻ നടന്നിട്ട് എന്ത് കാര്യം? നാട്ടുകാര് പോലീസുകാരന്റെ മകൾ കള്ളിയാണെന്ന് പറയും. അവള് കാരണം മാധവൻ സാറിനും കൂടി ചീത്തപ്പേരുണ്ടാവും. അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചാ നല്ലത്. ഞാൻ അവളോട് സംസാരിക്കാഞ്ഞിട്ടല്ല ഗിരിയേട്ടാ. അവൾക്ക് ഗോപാലിനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്നുള്ള വാശിയാണ്. ഇനി ഒരു തവണ കൂടി അവൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവളെ പിടിച്ച് കെട്ടിയിട്ട് നിന്നെ കൊണ്ട് എന്നെ ബലങ്ങണിയിപ്പിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. അമ്മ നോക്കിക്കോ, മഹിമയുടെ വിഷയം പറഞ്ഞ് ഇവര് തമ്മിൽ വഴക്ക് കൂടി രണ്ടും രണ്ട് വഴിക്കാവും. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവര് കുഞ്ഞിനായി കാത്തിരിക്കുക. അതിനിടയിൽ തന്നെ വേണം നിനക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ആഗ്രഹിക്കാൻ, അല്ലേ? ഓ, അപ്പൊ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഗിരിയേട്ടൻ മഞ്ജുവിനെ ഉപേക്ഷിക്കുന്നതിൽ അമ്മയ്ക്ക് ഒരു വിരോധം ഉണ്ടാവില്ല, അല്ലേ? അമ്മ മുത്തശ്ശിയാവാൻ പോകുന്നതിന്റെ പേരില് ഇങ്ങനെ നന്മമരം കളിച്ച് നടന്നിട്ട് ഒരു കാര്യവുമില്ല. കാര്യത്തോടടുക്കുമ്പോ അമ്മയുടെ നിലപാട് മഞ്ജുവിന് എതിരാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാലം ചെല്ലും തോറും മനുഷ്യർക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് പല പാഠങ്ങളും പഠിക്കും. അതെല്ലാം ഉൾക്കൊണ്ട് വിവരം വെക്കുന്നവർ വാശി കളഞ്ഞ് അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തും. എനിക്കും അങ്ങനെ മഞ്ജുവിനെതിരെയുള്ള നിലപാടിൽ മാറ്റം വരുത്തണമെന്ന് തോന്നിയ ഞാനത് ചെയ്യും. അതിനെന്നെ ആര് കളിയാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല. സഞ്ജേട്ടാ, ഇന്ന് മുഴുവനെ ഓൺലൈനിലും മീഡിയയിലും ഒക്കെ ഈ വാർത്തയായിരുന്നു. കോളേജിൽ വെച്ച് അറ്റാക്ക് വന്നതിന് ശേഷം ഗോപാൽജി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ടിവിയിൽ കാണിച്ചു. കണ്ടറിയായിരുന്നു അഭിനയാണെന്ന്. പിന്നെ അത്രയും ടി വിക്കാരുടെ മുമ്പിൽ മുഖം രക്ഷിക്കണ്ടേ? അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഡാഡിയുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരും ഇറക്കുന്ന നമ്പർ ഡാഡി ഇറക്കി. നെഞ്ചും പിടിച്ചോണ്ട് ഒരു ഒറ്റ വീഴ്ച. നീ ആശുപത്രിയിലേക്കൊന്ന് വരേണ്ടതായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് തോറ്റ അവസ്ഥയില് ഡാഡിയും ശാലിനിയും ഇരിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഡാഡി ശാലിനിയുടെ പ്രതിച്ഛായ കൂട്ടാൻ വേണ്ടി ഇറക്കിയ പ്ലാനായിരുന്നു ഈ ട്രസ്റ്റ്. ഇനിയിപ്പോ വീട്ടിൽ ഇൻകം ടാക്സ് ഓഫീസർമാര് കയറി നിരങ്ങും. കുറച്ചു കാലത്തേക്ക് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് അരിച്ചു പെറുക്കും. എന്തായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് നടന്നു. അതിന് നമ്മളെ നന്ദി പറയേണ്ടതേ മഹിമയോടാ. ഓ, അവൾ ഇത്രയും കഴിവുള്ളവളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവള് നമ്മുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് അവൾ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് വരുത്തിയാന്നാ. പക്ഷേ ഇപ്പൊ അവളോടൊരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്.
അവൾ ഒറ്റയ്ക്ക് പോലീസിനെയും ഗിരിയും സെക്യൂരിറ്റിയും ഒക്കെ വെട്ടിച്ച് ലക്ഷ്യം കണ്ടില്ലേ? അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോ ഗിരിയായിട്ട് സംശയിക്കുന്നത് പോലെ മഞ്ജുവും കൂടി അറിഞ്ഞോണ്ടാണ് അവൾ ഇത് ചെയ്തതെങ്കിലോ? അപ്പൊ കാര്യങ്ങൾ എളുപ്പമായില്ലേ? മഞ്ജു അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. അവളെ ശരിക്കും മഹിമയെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. അവളെയും ശാലിനിയും കീഴ്പ്പെടുത്തിയിട്ടല്ലേ മഹിമ ലോക്കർ വരെ എത്തിയത്. അതുപോലെ അമ്മയുടെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ച് അവള് ഗിരിയെ അവിടുന്ന് ഒഴിവാക്കി. അവളുടെ ബുദ്ധി സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അത്ര ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആ കാശ് പുറത്തു കൊണ്ടുവരാനുള്ള വഴിയും കണ്ടേനെ. പക്ഷെ അവളെന്താ ചെയ്തത്? ഒരു ഭ്രാന്തിയെ പോലെ കാശ് മുഴുവൻ കത്തിച്ചു കളഞ്ഞു. ബോധമുള്ളവർ ചെയ്യുന്ന കാര്യമാണോ അത്? അത് അവളുടെ കാശല്ലല്ലോ. മഹിമയുടെ ഉദ്ദേശം ഡാഡിക്ക് ആ കാശ് ഉപകാരപ്പെടരുതെന്നും ആ കാശ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അന്വേഷണം നടത്തണമെന്നും ആയിരുന്നില്ലേ? അത് രണ്ടും ഇപ്പൊ നടന്നു. പക്ഷെ ഞാനായിരുന്നു അവളുടെ സ്ഥാനത്തെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നതിനൊപ്പം കാശും അടിച്ചു മാറ്റിയേനെ. മോഷണം നടത്തുമ്പം കാശും കിട്ടണം, അല്ലെങ്കിൽ അതൊരു തോൽവിയല്ലേ? നീ എന്തിനാ മഹിമയുടെ കാര്യം പറയുമ്പോ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ആ, എല്ലാ ഭാര്യമാർക്കും ഭർത്താവ് വേറെ ഏതെങ്കിലും സ്ത്രീയെ പൊഴുത്തുന്ന കാണുമ്പോ ഈ അസുഖം ഉണ്ടാവും അല്ലേ? പെട്ടെന്നൊരു ദേഷ്യം. ദേഷ്യോ? ആരാ അതിന് ദേഷ്യപ്പെട്ടത്? എനിക്കൊരു ദേഷ്യവും ഇല്ല. ആ, എന്തായാലും അവള് കാരണം ശാലിനിയുടെ അഹങ്കാരം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ആശുപത്രി ചെന്നപ്പോഴേ ഡാഡി അവളെ ചീത്ത വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇനി ഡാഡി അവളെ ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യതയില്ല. അവളെ മാത്രമല്ല, ഇനി ഗിരിയേട്ടനെയും ഗോപാൽജി വിശ്വസിക്കാൻ സാധ്യതയില്ല. ശരിയാ. എത്രയൊക്കെ സത്യസന്ധനാണെന്ന് പറഞ്ഞാലും മഹിമ ഇത്രയും ആൾക്കാരുടെ മൂക്കിന് താഴെ കൂടി ചെന്ന് മോഷണം നടത്തിയെന്ന് പറഞ്ഞാ ഡാഡി വിശ്വസിക്കില്ല. ഗിരി കൃത്യം ആ സമയം നോക്കി വീട്ടിലേക്കും വന്നു. ഡാഡിക്ക് ലോകത്തെ ഏറ്റവും വലുത് കാശാ. അതുകൊണ്ട് ഗിരിയെയും ഡാഡിക്ക് ഇപ്പൊ സംശയം തോന്നുന്നുണ്ടാവും. ഗോപാൽജിക്ക് ഇങ്ങനെ ആരെയും വിശ്വാസം ഇല്ലാതെ ഇരിക്കുന്നത് തന്നെയാ നമുക്ക് നല്ലത്. ഇപ്പൊ അദ്ദേഹം സഞ്ജുവേട്ടനെ മിസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഞാൻ ഡാഡിയെ കാണാൻ പോയപ്പോ എന്നെ കണ്ടതിന്റെ സന്തോഷമൊന്നും കാണിച്ചില്ല. വെറുതെ തിരിച്ചു ചെന്ന മാത്രം പോരാ സഞ്ജുവേട്ടാ. സഞ്ജുവേട്ടന്റെ കഴിവ് തെളിയിക്കുന്നത് പോലെ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഗോപാൽജി തന്നെ സഞ്ജുവേട്ടനെ വിളിക്കും. അതാ അന്തസ്. ശരിയാ, നീ പറഞ്ഞ പ്ലാൻ ഇപ്പൊ ഇറക്കാം. നമുക്ക് കരുക്കൾ നീക്കാൻ സമയമായി. ഇപ്പൊ ഇങ്ങനൊരു കേസൊക്കെ വന്ന് കമ്പനിയുടെ പേര് ആകെ പോയി കിടക്കുന്നതുകൊണ്ട് ഇൻവെസ്റ്റർമാരെല്ലാം ദേഷ്യത്തിലായിരിക്കും. സഞ്ജുവേട്ടൻ വിചാരിച്ചാലേ അവര് പേടിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ കമ്പനിയിലുണ്ടെന്ന് വിശ്വസിപ്പിച്ചൂടെ? പിന്നെന്താ, അതൊക്കെ എളുപ്പമല്ലേ. ഞാൻ ഇപ്പൊ തന്നെ അവരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അധികം വൈകാതെ ഗോപാൽജിയുടെ വീട്ടിലേക്ക് ഞാൻ കയറും. പിന്നെയാണ് എന്റെ ശരിക്കുള്ള കളികൾ തുടങ്ങാൻ പോകുന്നത്. ആ വീടിനെയും കമ്പനിയും ഇനി ഞാൻ ഭരിക്കും. ഹരിയങ്കിളോ? അകത്തേക്ക് വരൂ. ഇരിക്കും അങ്കിൾ. എന്താ എല്ലാരും കൂടി രാവിലെ തന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത വിസിറ്റ്? മോള് പോയി ഗോപാൽജിയെ വിളിക്ക്. എന്താ കാര്യം അങ്കിൾ? അത് ഞങ്ങൾ ഗോപാൽജിയോട് പറഞ്ഞോളാം. മോളെ വിളിക്ക്. എന്താ ഹരി, രാവിലെ തന്നെ തോമസിനെയും വിനായകനെയും കൂട്ടി ഒരു വിസിറ്റ്? ഞങ്ങളങ്ങനെ ചുമ്മാ വന്നതല്ല ഗോപാൽജി, ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാ. എന്താ കാര്യം? തന്നെ വിശ്വസിച്ച് ഞങ്ങളടക്കം പല ഇൻവെസ്റ്റർമാരും തന്റെ കമ്പനിയിൽ കാശ് നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും ഉത്തരവാദിത്വം തനിക്കുണ്ടോ? ഇങ്ങനെ സംസാരിക്കാൻ മാത്രം എന്താ സാർ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? കള്ളപ്പണം വെളുപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് താൻ ഞങ്ങളുടെ കയ്യിൽ നിന്നും 50 ലക്ഷം വീതം വാങ്ങിക്കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അതിപ്പോ എവിടെയാണ്? ഞാൻ പറഞ്ഞു തരാം. കത്തിക്കരിഞ്ഞു പോയല്ലേ. ഒരു നരുന്ത് പെണ്ണ് വന്നിട്ട് നിങ്ങളുടെ ലോക്കറിൽ തീ ഇട്ടിട്ട് പോയി. എന്നിട്ടും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കേണ്ടി വന്നു. ഇങ്ങനൊരു പണി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പ്രതീക്ഷിക്കണം. ഇത്രയും വലിയ തുക കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്കും തയ്യാറാകണം. നിങ്ങളുടെ അശ്രദ്ധ കാരണം ഞങ്ങൾ നഷ്ടം സഹിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളത്?
നിങ്ങളുടെ 50 ലക്ഷം മാത്രമല്ല, ഞങ്ങളുടെ 3.5 കോടിയും പോയിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട കാശ് തിരിച്ചു കിട്ടണം. അങ്കിൾ എന്ന സമാധാനിക്ക് നമുക്ക് വഴിയുണ്ടാക്കാം. മോളുടെ ഉറപ്പൊന്നും എനിക്ക് വേണ്ട. നിന്നെ ആ ട്രസ്റ്റ് ഏൽപ്പിച്ചപ്പോഴേ ഞാൻ ഗോപാൽജിയോട് പറഞ്ഞതാണ് ഇതൊരു അബദ്ധമാകുമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും ഇദ്ദേഹം കേട്ടില്ല. മുൻപരിചയം ഇല്ലാത്തൊരു പെണ്ണിനെ ഇതെല്ലാം ഏൽപ്പിച്ചതിന്റെയാ ഇപ്പൊ അനുഭവിക്കുന്നേ. താൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളും കൂടിയാണ്. താനിങ്ങനെ വഴക്കൂടല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയല്ലേ വേണ്ടത്? സ്വന്തം കുടുംബത്തെ ഒരുമിച്ച് നിർത്താൻ കഴിയാത്ത താനാണോ ഞങ്ങളെ ഉപദേശിക്കുന്നത്? സ്വന്തം മോനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആളല്ലടോ താൻ. തന്നെയൊക്കെ എന്ത് കണ്ട് ഞങ്ങൾ വിശ്വസിക്കണം? സഞ്ജുവുമായിട്ട് ഞങ്ങൾക്കുള്ളത് ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം മാത്രമാ. ഗോപി ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? സഞ്ജു പ്രേമിച്ച് കല്യാണം കഴിച്ചതിന് അവനെ ഗോപാൽജി വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എല്ലാവർക്കും അറിയാം. ഹലോ ഹരിയെങ്കിൽ, ഹരിയെങ്കിലെപ്പോ വന്നു? കുറച്ചു നേരമായി. നീ എന്താ ഇവിടെ? ഞാൻ പിന്നെ എവിടെ പോനാ? ഇതല്ലേ എന്റെ വീട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് നിന്നെ വീട്ടിൽ നിന്നും ഗോപാൽജി പുറത്താക്കിയെന്നാണല്ലോ നാട്ടുകാര് പറയുന്നേ. നാട്ടുകാർ പറയുന്നു വിശ്വസിക്കാൻ അങ്കിൾ വല്ല വട്ടുമുണ്ടോ? കല്യാണം കഴിഞ്ഞ് എന്റെ ഭാര്യയ്ക്ക് അവളുടെ വീട്ടിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. അവിടെ എത്തിയപ്പോ അവളുടെ നിറം മാറിയില്ലേ? നാളെ പോവാം, മറ്റന്നാ പോവാന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവിടെ താമസം ആയതുപോലെയായി. ഡാഡി എല്ലാ ദിവസവും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വിളിക്കും. അവിടെ നിന്ന് ഊരാൻ പറ്റണ്ടേ? നാട്ടുകാർ പറയുന്ന ഓരോന്നും കേട്ട് ഇത്രയും വർഷമായിട്ട് പരിചയമുള്ള ഡാഡിയെ അങ്കിൾ സംശയിച്ചത് തെറ്റായിപ്പോയി. കുടുംബമാണെങ്കിലും കമ്പനി ആണെങ്കിലും എങ്ങനെ നടത്തണമെന്ന് ഡാഡിക്ക് കൃത്യമായിട്ട് അറിയാം. ട്രസ്റ്റിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടം ഞങ്ങൾ നികത്തും. ഇനിയും ഈ കമ്പനിയുമായിട്ട് ബന്ധം തുടരേണ്ടെന്നാണ് അങ്കിളിന്റെ തീരുമാനമെങ്കിൽ ആയിക്കോട്ടെ. നഷ്ടം അങ്കിളിന് മാത്രമായിരിക്കും. ഗോപാൽജി ഞങ്ങളോട് ക്ഷമിക്കണം. കാശ് നഷ്ടപ്പെട്ടതിന്റെ കൂടെ നാട്ടുകാര് പറയുന്ന കൂടെ കേട്ടപ്പോ ഞങ്ങൾ ഒരു നിമിഷത്തേക്ക് ഒന്ന് പതറിപ്പോയി. സാരമില്ല, നമ്മളൊക്കെ കച്ചവടക്കാരല്ലേ. നമുക്ക് വലുത് കാശ് തന്നെയാ. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറും. ഞങ്ങളുടെ കാശ് താങ്കളുടെ കയ്യിൽ ഭദ്രമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. സഞ്ജുവനെ. ശരിയുണ്ട്. നീ കൃത്യസമയത്ത് വന്ന് എന്റെ മാനം രക്ഷിച്ചേ. ഇവന് കഴിവില്ലാന്ന് പറഞ്ഞ് ഗോപാലേട്ടൻ കളിയാക്കിയിട്ട് ഇപ്പൊ എന്തായി? ഇവൻ നല്ല മിടുക്കനായി ഇൻവെസ്റ്റേഴ്സിനെ കൈകാര്യം ചെയ്തത് കണ്ടില്ലേ? മോനെ, നീ എന്തിനാ ഞങ്ങളെ ഇന്നിങ്ങനെ അകന്നു കഴിയുന്നേ? ഗിരിയുടെ അടുക്കളയിൽ കിടന്ന് കളയാനുള്ളതല്ല നിന്റെ ഭാവി. ഞാനുണ്ടാക്കിയ സാമ്രാജ്യം ഭരിക്കാൻ വേണ്ടി ജനിച്ചവനാ നീ. അത് മനസ്സിലാക്കി സ്വപ്നയും വേണ്ടെന്ന് വെച്ച് വീട്ടിലേക്ക് തിരിച്ചു വാ. സ്വപ്നം എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല കാര്യം. ഞാൻ ഡാഡിയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ഹരിയങ്കിൾ പ്രശ്നം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഹരിയങ്കിളിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ കാരണം ഇനിയും ഡാഡിക്ക് നഷ്ടങ്ങൾ സംഭവിക്കരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. അപ്പൊ ശരി, ഞാൻ പോവാ. എന്തായി സഞ്ജുവേട്ടാ? നീ പറഞ്ഞ പോലെ തന്നെ എല്ലാം നടന്നു. ഹരിയങ്കളുടെ മാനേജറെ വിളിച്ച് വീട്ടിലെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അയാള് ടെൻഷൻ അടിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി. ഞാൻ വന്ന് എല്ലാം സോൾവ് ചെയ്തപ്പോ ഡാഡിക്ക് എന്നെ കുറിച്ച് അഭിമാനമൊക്കെ തോന്നിയിട്ടുണ്ട്. അത് മതി. എല്ലാം പ്ലാൻ ചെയ്ത പോലെ കൃത്യമായിട്ട് നടന്നല്ലോ. പക്ഷേ ഇപ്പോഴും ഡാഡി നിന്റെ കാര്യത്തില് ഒരയവും കാണിക്കുന്നില്ല. സാരമില്ല, അതിന് ഇനിയും സമയമുണ്ട്. തൽക്കാലം ഗോപാൽജിക്ക് ശാലിനേക്കാൾ ഭേദം സഞ്ജുവേട്ടനാണെന്ന് തോന്നിയാൽ മതി. അവിടുന്ന് നമുക്ക് പിടിച്ചു കയറാം. സഞ്ജുവേട്ടൻ വേഗം വാ.
കളികൾ തുടങ്ങുന്നത്. ചെന്ന് സംസാരിക്കടാ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ തുക എനിക്ക് കിട്ടണം. എന്റെ കയ്യിൽ അത്രയും കാശൊന്നുമില്ലെന്ന് നിനക്ക് അറിയില്ലേ? നിന്റെ കയ്യിലില്ലെങ്കിൽ എന്താ, നിന്റെ അച്ഛന്റെ കയ്യിലില്ലേ? അയാളോട് ചോദിക്ക്. അല്ലെങ്കിലും എന്റെ അച്ഛൻ നിന്നെ കൊണ്ട് കെട്ടിച്ചത് നിന്റെ സർക്കാർ ജോലി കണ്ടിട്ടൊന്നുമല്ല, കുടുംബസ്വത്ത് കണ്ടിട്ടാ. നീ എന്റെ അച്ഛനും അമ്മയും എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവര് നിനക്ക് വേണ്ടി 1 രൂപയെങ്കിലും ചെലവാക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് വേണ്ടി ചെലവാക്കണ്ട, ഈ കുഞ്ഞിന് വേണ്ടി ചെലവാക്കിയാ മതി. കൊറേ പ്രായമായവരല്ലേ, ഒരു പേരക്കുട്ടി വേണമെന്ന് അവർക്ക് നന്നായി തോന്നുന്നുണ്ടാവും. അവര് ചാവുന്നതിന് മുമ്പ് അത് നടക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ശരി.